പൊന്നാനിയിൽ 2 മത്സ്യത്തൊഴിലാളികളുടെ മരണത്തിനിടയാക്കിയ കപ്പലിന്റെ ജീവനക്കാരെ ഇന്ന് ചോദ്യം ചെയ്യും. സാഗർ യുവരാജ് എന്ന കപ്പലിൽ ഫോറൻസിക് സംഘവും പരിശോധന നടത്തും. ബോട്ടിൽ ഇടിച്ച കപ്പൽ ഇന്നലെ കസ്റ്റഡിയിലെടുത്ത് ഫോർട്ട് കൊച്ചി തീരത്ത് എത്തിച്ചിരുന്നു. ഈ കപ്പലാണ് ഇന്ന് പൊന്നാനിയിൽ 2 പേരുടെ മരണത്തിനിടയാക്കിയ ബോട്ടിൽ ഇടിച്ചത്. ഇസ്ലാക്ക് എന്ന ബോട്ടിലാണ് ഈ കപ്പൽ ഇടിച്ചത്. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ മട്ടന്നൂർ, ഇത് ഇന്ത്യക്കാരുടെ കപ്പൽ തന്നെയാണ്. അതിലുള്ള ജീവനക്കാരെ പോലീസ് ഇന്ന് ചോദ്യം ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചെറിയ ചാറ്റൽ മഴയുള്ളതുകൊണ്ട് അവർക്ക് ഈ ചെറിയ വള്ളം ബോട്ട് കാണാൻ സാധിച്ചില്ല എന്നതാണ് പ്രാഥമികമായി ഇന്നലെ മുബഷീർ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്തത്. ഇതേ കാര്യം തന്നെ ആയിരിക്കുമോ ഒരുപക്ഷെ കപ്പൽ ജീവനക്കാർ പറയാൻ സാധ്യതയുള്ളത്? ഡോക്ടർ അരുൺകുമാർ, തീർച്ചയായും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. ഇന്നലെയാണ് ഈ സാഗർ യുവരാജ് എന്ന കപ്പൽ കൊച്ചിയിൽ എത്തിച്ചത്. എനിക്ക് പിറകിൽ ഇപ്പോൾ ഈ കപ്പൽ ദൃശ്യമാണ്. അതായത് പൊന്നാനിയിൽ ഈ ബോട്ടിലടിച്ച് 2 പേർ മരിക്കാനിടയാക്കിയ ഈ കപ്പൽ പിന്നീട് കോസ്റ്റൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊച്ചിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇപ്പോൾ കൊച്ചിയിൽ വില്ലിംഗ്ടൺ ഐലൻഡിനോട് ചേർന്ന ഈ കപ്പൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ജീവനക്കാരും ഈ കപ്പലിൽ തന്നെയുണ്ട്. സ്വാഭാവികമായി ഇന്ന് കോസ്റ്റൽ പോലീസിന്റെ ഒരു നടപടി ഇതിൽ ജീവനക്കാരെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. ഏത് സാഹചര്യത്തിലാണ് ബോട്ടുകൾ പോകുന്ന ആ പാതയിലേക്ക് ഈ കപ്പൽ എത്തിയത്, ഈ ബോട്ടിലേക്ക് ഇടിച്ചത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ ഫോറൻസിക് പരിശോധനയും ഈ കപ്പലിൽ നടത്തേണ്ടതുണ്ട്. ഈ സാഗർ യുവരാജ് എന്ന കപ്പലിൽ ഫോറൻസിക് പരിശോധന നടത്തി മറ്റ് തെളിവുകളും ശേഖരിക്കേണ്ടതുണ്ട്. കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് ചരക്കുമായി പോകുന്നതിനിടയിലാണ് ഈ കപ്പൽ ഈ ബോട്ടിൽ ഇടിക്കുകയും ഇത്തരത്തിൽ അപകടം ഉണ്ടാകുകയും ചെയ്തത്. ഉടൻ തന്നെ ഈ കപ്പലിലെ ജീവനക്കാർ തന്നെ കോസ്റ്റൽ പോലീസിലും മറ്റും വിവരം അറിയിച്ചത് കൊണ്ട് തന്നെ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എങ്കിൽ പോലും 2 പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. അതിനുശേഷമാണ് നടപടിക്രമങ്ങളുടെ ഭാഗമായി കോസ്റ്റൽ പോലീസ് ഈ കപ്പൽ പൊന്നാനിയിൽ നിന്നും പിടിച്ചെടുത്ത ഈ കപ്പൽ കസ്റ്റഡിയിലെടുത്ത് കൊച്ചിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇന്ന് ഈ കപ്പലിലെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഈ കപ്പലിലെ ജീവനക്കാരെ ചോദ്യം ചെയ്യും. അതോടൊപ്പം തന്നെ ഫോറൻസിക് പരിശോധനയും നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അർജുൻ, ഈ മരിച്ച ഗഫൂറിന്റെയും സലാമിന്റെയും ഒക്കെ വീട്ടുകാർ ആവശ്യപ്പെടുന്നത് അവർക്ക് നഷ്ടപരിഹാരം വേണമെന്നാണ്. അത് നഷ്ടപരിഹാരം കൊടുക്കാൻ ഒരുപക്ഷെ ഈ കമ്പനി അധികൃതർ തയ്യാറാകുമോ, കപ്പൽ കമ്പനി ഉടമകൾ തയ്യാറാകുമോ എന്നതാണ് നമ്മൾ അറിയേണ്ടത്. ഇക്കാര്യവും ഒരുപക്ഷെ ഇന്നിപ്പോൾ പോലീസ് ചോദ്യം ചെയ്ത് അതിനെ തുടർന്ന് അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാകുമല്ലോ, അല്ലേ? തീർച്ചയായും അതെ. ഇതിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇന്ന് ചോദ്യം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സ്വാഭാവികമായും ഈ കാര്യത്തിലും വ്യക്തത വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. 2 പേരാണ് ഇന്നലെയുണ്ടായ ഈ അപകടത്തിൽ മരിച്ചത്. ഈ 2 പേരുടെയും കുടുംബത്തിന്, അതായത് ഈ സലാമിന്റെയും ഗഫൂറിന്റെയും കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന വിവിധ കോണുകളിൽ നിന്നടക്കം ആവശ്യം ഉയരുന്നുണ്ട്. സ്വാഭാവികമായും ഇത് പരിഗണിക്കേണ്ടത് ഈ കപ്പൽ കമ്പനി അടക്കമുള്ള ആളുകളാണ്. സ്വാഭാവികമായും അതിന്റെ അത്തരം കാര്യങ്ങളിൽ കൂടി ഇന്ന് വ്യക്തത വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനേക്കാൾ ഉപരി ഏത് സാഹചര്യത്തിലാണ് ഈ അപകടം ഉണ്ടായത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു. കോസ്റ്റൽ പോലീസ് ഈ കാര്യത്തിൽ സ്വാഭാവികമായും ജീവനക്കാരുടെ വിശദമായ ഒരു മൊഴിയെടുക്കാനാണ് സാധ്യത. അതോടൊപ്പം തന്നെ ഫോറൻസിക് പരിശോധനയും നടത്തും. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു വ്യക്തത വരിക. പ്രത്യേകിച്ച് മഴ ഉള്ള സാഹചര്യത്തിലാണ് ഈ അപകടമുണ്ടായത്. മഴയുള്ളപ്പോഴാണ് ഈ അപകടമുണ്ടായത്. എങ്കിൽ കൂടി ഈ ബോട്ടുകൾ മാത്രം കൂടുതൽ സഞ്ചരിക്കുന്ന ആ പാതയിലേക്ക് ഈ കപ്പൽ എങ്ങനെ എത്തി, അവിടേക്ക് വന്ന് ഈ കപ്പൽ എങ്ങനെ ഇടിച്ചു തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അത്തരമൊരു മൊഴിയാണ് അവിടെ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളടക്കം നൽകിയത്. സ്വാഭാവികമായും അത്തരമൊരു കാര്യത്തിൽ വ്യക്തത വരുത്തുകയായിരിക്കും ഇന്നത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ.